പത്തനംതിട്ടയിൽ കാട് കയറിയ പിടിയാന വീണ്ടും കല്ലാറിന് സമീപത്തെത്തി. പിടിയാനയോടൊപ്പം ആനക്കുട്ടിയും ഉണ്ടായിരുന്നു. തണ്ണിത്തോട് മേഖലയിലുള്ള ആനകളുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. പത്തനംതിട്ട തണ്ണിത്തോട് അവശനിലയിൽ കല്ലാറിൽ ഒരു ദിവസം മുഴുവൻ കിടന്ന് കാട്ടാന കാടുകയറിയ ശേഷം കുട്ടിയാനയുമായി വീണ്ടും ജനവാസ മേഖലയിലെത്തുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത് ഡോക്ടർ ഇന്നലെ പരിശോധിച്ചിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഡോക്ടറിനെ വിശദമായിട്ട് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അതിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കണ്ണിനൊക്കെ കാഴ്ച കുറവുണ്ടെന്നോ എന്തൊക്കെ ഗുരുതര പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളിപ്പം പ്രയോറിറ്റി നൽകുന്നത് ഇങ്ങോട്ട് ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. പടക്കം പൊട്ടിച്ചും തീയിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടാനകളെ കാടുകയറ്റാൻ ശ്രമിച്ചെങ്കിലും ആനകൾ പുഴയോരത്ത് തന്നെ തുടരുകയാണ്. കോന്നിയിൽ നിന്നുള്ള RRT സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 35 വയസ്സോളം പ്രായം കണക്കാക്കുന്ന പിടിയാന ശാരീരിക അവശതകൾ കാണിക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പുഴ മുറിച്ചു കടന്നാൽ തണ്ണിത്തോട് തേക്കുതോട് അടക്കമുള്ള ജനവാസ മേഖലയാണ്. ഇവിടെ ആനകൾ കയറാതിരിക്കാൻ ജാഗ്രത തുടരുന്നുണ്ട്. സഞ്ജയ് കുമാറിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.